ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളൊക്കെ പ്രതിപക്ഷം ഉയർത്തി. അങ്ങനെ അത് സുപ്രീം കോടതി വരെ എത്തിയ ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. പരിശോധനയില്ലാതെ ഒരു വോട്ടറെയും ഒഴിവാക്കില്ല എന്നാണ് സത്യവാങ്മൂലത്തിന്റെ കാതൽ. ആരെ ഒഴിവാക്കിയാലും കാരണം വ്യക്തമാക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി കരട് പട്ടിക പങ്കുവച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ പറയുന്നു. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഡൽഹി വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ വിവരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് കൂടി എത്തുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ കൃത്യമായ കാരണമില്ലാതെ ഒരു വോട്ടറെയും ഒഴിവാക്കില്ല എന്നതടക്കമുള്ള എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു? ജിൽസി, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം രാജ്യത്ത് നടക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ഒരു വോട്ടറെ പോലും പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ല എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണം കൂടി കമ്മീഷൻ ബോധിപ്പിക്കുമെന്ന് കൂടി കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ വിഷയം കോടതി പരിഗണിച്ചതാണ്. ആ സമയത്ത് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദമായിട്ടുള്ള സത്യവാങ്മൂലം ചോദിക്കുകയും കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയതുമാണ്. ഇതിപ്പോൾ വീണ്ടും ഒരു സത്യവാങ്മൂലം കോടതിയിൽ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും പട്ടികയിൽ നിന്ന് കമ്മീഷൻ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും. ആ കാരണം ബോധിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ കാരണം കാണിക്കാതെ ആരെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ കരട് പട്ടിക പുറത്തുവിടുന്നുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറുന്നുണ്ട്. അവർക്കത് കൃത്യമായി തന്നെ പരിശോധിക്കാം. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് കമ്മീഷനെ അറിയിക്കാനുള്ള സംവിധാനവും കൂടി ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ അതിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഏതൊക്കെ പാർട്ടികളാണ് ഈ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നുണ്ട്. ഇതുവരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കമ്മീഷൻ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതേസമയം വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം ഇപ്പോഴും ആ രംഗത്തുണ്ട്. സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം പ്രതിപക്ഷ പ്രതിഷേധമാണ് കാണുന്നത്. ഇതുമൂലം സഭ മുടങ്ങുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. പ്രതിപക്ഷം ഇതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം സഭക്കകത്ത് ചർച്ച വേണമെന്നുള്ളൊരു ആവശ്യവും കൂടി പ്രതിപക്ഷം നിരന്തരമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ ആരെയും പട്ടികയിൽ നിന്നും അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ടാകും. ആ കാരണം ബോധിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും കമ്മീഷൻ ഒരാളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുക. അതല്ലാതെ ആരെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയില്ല എന്നുള്ള കാര്യം ഈ സത്യവാങ്മൂലത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. തൗഫീഖ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം ഇപ്പോൾ തൃപ്തികരമാണ്. ഏതൊരു വോട്ടറെ ഒഴിവാക്കിയാലും അതിന് കൃത്യമായ കാരണം കാണിച്ചിട്ടുണ്ടാകുമെന്ന് പറയുന്നു. അതിലുപരിയായി ഈ കരട് പട്ടിക അത് എല്ലാവർക്കും നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കരട് പട്ടികയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ, അതിന്മേൽ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടോ? ഈ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും പരാതി നൽകിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ പുറത്തുവിടാറുണ്ട്. ആ പാർട്ടികളുടെ പേരുൾപ്പെടെ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരു വിവരം പുറത്തുവിടുന്നത്. ആ പട്ടികയിൽ എല്ലാ കോളങ്ങളിലും 0 കിടക്കുന്നത്. അതായത് ഒരു പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപമോ പരാതിയോ ഉന്നയിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും പരാതികൾ കമ്മീഷന് മുന്നിലെത്തുകയാണെങ്കിൽ അത് ആ സമയം തന്നെ പരിശോധിക്കുമെന്ന് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസമായി എല്ലാ ദിവസവും രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നുണ്ട്. അതിൽ ഒരു ദിവസം പോലും കമ്മീഷനുമേൽ ഒരു തരത്തിലുള്ള പരാതികളും എത്തിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും വോട്ടറെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രമക്കേടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രേഖാമൂലം തന്നെ അറിയിക്കാം. അത് കമ്മീഷൻ പരിശോധിക്കുകയും അതിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അത്തരമൊരു പരാതികളും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി സത്യവാങ്മൂലത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഈ സത്യവാങ്മൂലം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും. നേരത്തെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡും അതോടൊപ്പം തന്നെ നിലവിലുള്ള വോട്ടർ ID കാർഡും ഉൾപ്പെടെയുള്ള രേഖകൾ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തണമെങ്കിൽ ഇത്രയും 11 രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ആ രേഖകളിൽ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇത് ഉൾപ്പെടുത്താത്തത്
എന്താണ് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ സുപ്രീം കോടതി ചോദിച്ചിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനൊരു വാദമായി പറഞ്ഞിരുന്നത് പൗരത്വം തെളിയിക്കാൻ ആധാർ കാർഡ് സാധ്യമല്ല, ആധാർ കാർഡ് ഒരു രേഖയായി കണക്കാക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ആധാർ കാർഡ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് എന്നുള്ളൊരു വിശദീകരണമായിരുന്നു സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ നൽകിയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ കോടതിയിൽ നടക്കുകയുമില്ല ചെയ്തിരുന്നു. ഒപ്പം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും വലിയ രീതിയിൽ രാജ്യവ്യാപകമായി ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയത്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.